സെൽഫ് ലവ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്നുള്ളത് എനിക്കറിയാട്ടോ. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടിട്ട് അത് ഒരുപാട് പേര് വ്യൂ ചെയ്തിട്ടുണ്ട്, അതിന് ഒരുപാട് കമന്റ്സും വരാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ ലോകം സെൽഫ് ലവിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാലും കുറച്ച് പേര് എന്ത് താഴെ കമന്റ് ചെയ്തിട്ട് ഞാൻ കാണാറുണ്ട്, നമ്മൾ നമ്മൾ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് ഭയങ്കര സെൽഫിഷ് അല്ലേ, അതല്ലേ ഈ പറയുന്നത് എന്നുള്ളത്. ഈ സെൽഫ് ലവിന്റെ ടേം എന്താണെന്നും സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്താണെന്നും വളരെ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. സെൽഫ് ലവ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ്, ആ പണ്ട് മുതൽക്കുള്ള എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളിലും അത്രയും ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കാം ആ ഒരു സെൽഫ് ലവ് നമ്മൾ കാണുന്നുള്ളൂ. ഇൻ കേസ് ഞാൻ ഒരു കാര്യം പറയാട്ടോ, നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും പറ്റും നമ്മൾ ബോധേഡ് ആവുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ആ വ്യക്തിക്ക് എന്തെങ്കിലും പറ്റുന്നുള്ള പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ നമ്മളെ വളരെ എഫക്ട് ചെയ്യുന്നുള്ളത് കൊണ്ടാണോ? ശരിക്കും ഉള്ള ഉത്തരം നിങ്ങൾ പറയാ. നമുക്ക് ആ വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോണത് ഓർത്തിട്ടാണോ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അത് എന്നെ എത്രത്തോളം എഫക്ട് ചെയ്യുന്ന ആലോചിച്ചിട്ടാണോ? ശരിക്കും ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമായിരിക്കും. ആ വ്യക്തി നമുക്ക് എത്രത്തോളം എഫക്ട് ചെയ്യും ഇല്ലെങ്കിൽ എന്ന് ഓർത്തിട്ടാണ് ശരിക്കും ഈ ഒരു ടെൻഷൻ. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അത് കുറച്ച് സമയം നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് യൂസ്ഡ് ആവും, ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാല്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കാലം അതാണ് നമ്മുടെ ലോകം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ജീവിതം. ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നുകൊണ്ടിരുന്നത്, ആ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ജീവിതത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് അത് സെൽഫ് ലവ് എന്നല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ സെൽഫിനെ പറ്റിയിട്ടാണ് അല്ലെ. അവിടെ നമ്മൾ ചിന്തിച്ചത് നമ്മൾ ഒരു വ്യക്തിയെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് ആ വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്ന ഓർത്തിട്ടുള്ള വേദനയല്ല. ശരിക്കും ആ വ്യക്തി നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു ഓർത്തിട്ടുള്ള പ്രയാസമാണ് ശരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോണത്. അപ്പൊ നമ്മൾ നമ്മളുടെ കാര്യം ആലോചിച്ചിട്ടല്ലേ, നമ്മുടെ ഒരു പാട്ട് ആലോചിച്ചിട്ടല്ലേ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് അത്രയും ബോധേഡ് ആവുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ചിന്തിക്കും നമ്മുടെ സെൽഫ് തന്നെയാണ്. അപ്പൊ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക, അതൊരു സെൽഫിഷ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല കേട്ടോ. സെൽഫ് ലവിന്റെ മീനിങ് ഞാൻ ഒത്തിരി വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ പലരും ഇന്ന് അറ്റ്ലീസ്റ്റ് 30 ഒക്കെ കഴിഞ്ഞ ആൾക്കാർ പലരും കുടുംബത്തിന് വേണ്ടിയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അതുവരെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ അപ്പിയറൻസിന് വേണ്ടിയിട്ടും നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിലും ഒരു 30 ഇയേഴ്സിന് മേലേക്കുള്ള ആൾക്കാരെയാണ് ഒന്ന് ചിന്തിക്കാട്ടോ. ഒരു 20ൽ ഞാൻ നോക്കിയ പോലെയാണ് ഇന്ന് എന്റെ ജീവിതം ഞാൻ നോക്കുന്നത്. അതന്നെ ഞാൻ പറയുന്നുള്ളൂ. സെൽഫ് ലവ് എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ പ്രയോറിറ്റീസ് മാറി തുടങ്ങും. നമ്മുടെ ഫാമിലിയായി, നമ്മുടെ കുട്ടികളായി, ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ഇതൊക്കെ കൊണ്ടുപോകുന്നതിനോടൊപ്പം നമ്മൾ നമ്മളെ മറക്കാൻ പാടില്ല എന്നും നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നും കൂടിയാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലൂടെ നമ്മളെല്ലാവരും കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ഒരുപാട് പ്രയോറിറ്റീസ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ടൈം കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ നിനക്കും കൂടെ കുറച്ച് സമയം നീ മുന്നേ നിനക്ക് വേണ്ടി ചെലവഴിച്ച പോലെ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം കേട്ടോ. അപ്പം എങ്ങനെയാണ് ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടോ ഇതിൽ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് സെൽഫ് ലവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഏതൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടേമിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതിനുള്ള ഒരു 5 പോയിന്റായിട്ട് ഞാൻ ഇതിലിപ്പോ ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയാൻ ഇംപ്രൂവ് യുവർ മൈൻഡ് പ്രോഗ്രസ് അല്ലെങ്കിൽ മൈൻഡ് ഹെൽത്ത്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഹെൽത്തിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ പൊതുവെ നമ്മളെല്ലാരും ഇങ്ങനെ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പൊതുവെ നമുക്ക് നമ്മളെ പറ്റി ഒരു ചിന്ത ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബോധേഡ് ആണ്. നമ്മൾ എന്താണ് നാളെ നടക്കാൻ പോകണമെന്നൊക്കെ ആലോചിച്ച് എല്ലാ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ ഹറിബറിയായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ നമ്മളെ പറ്റി ചിന്തിക്കാനോ കുറച്ചിരുന്ന് ആലോചിക്കാനോ നമ്മളെ ലൈഫിന് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് ചിത്രീകരിക്കാനോ ഒന്നുമല്ല. നമ്മൾ ഈ നേരത്തിനനുസരിച്ച് അങ്ങനെ ഓടുമായിരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുക. ഒരു വീട്ടമ്മയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എല്ലാ വർക്കും ചെയ്യുക, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വർക്ക് ചെയ്യാൻ പോണ ഒരു ഗൃഹനാഥനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരിക്കൽ പോലും നമ്മൾ നാളെ നമ്മുടെ കുട്ടികളെ എവിടെ എത്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എത്തണം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഹറിബറിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മനസ്സ് ഹെൽത്തി ആയിരിക്കേണ്ടത് ഒന്നും ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ ആദ്യം തന്നെ അതിന് ഞാനൊരു 3 പോയിന്റ്സ് പറയാം. നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ ചിന്താഗതികള് എന്താണ്, അതെങ്ങനെയാണെന്നാണ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. പലരുടെയും തോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ നാളത്തെ പറ്റിയൊക്കെ ആലോചിച്ച്, ഭയങ്കര ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച്, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന പ്രഷറും കാര്യം ഇങ്ങനെയല്ലാതെ നമ്മുടെ തോട്ട്സിലേക്ക് നമുക്ക് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യണം, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ
തോട്ട്സ് പ്രോസസ്സിങ് ആണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം വരുത്തുട്ടോ. അവരുടെ ഓരോ സ്റ്റെപ്സിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അത് എത്രത്തോളം അവരുടെ മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, എത്രത്തോളം അവരുടെ മെന്റൽ ഹെൽത്തെ ഹാപ്പി ആക്കുന്നുണ്ടെന്ന് അറിയോ. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ തോട്ട്സ് എങ്ങനെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് പോണത്. നമുക്ക് ചില ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളെ ഒന്നും ഒരിക്കലും അവരൊരു അവര് പുറത്ത് പോയി വർക്ക് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അവർ പറയുന്നത് അവരുടെ പ്രഷറും ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ഒരു തോട്ട്സ് ചിന്തിക്കില്ല. എന്നിങ്ങനെ പറഞ്ഞല്ലേ അപ്പൊ ഞാൻ കൊള്ളില്ല അല്ലെ, ഞാൻ അങ്ങനെ നമ്മൾ പിന്നെയും പിന്നെയും നെഗറ്റീവ് ചിന്തിച്ചിട്ട് അങ്ങനെ പോകും കേട്ടോ. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ത് കേട്ടാലും ചില ആൾക്കാർ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അതിന്റെ ബാക്കിലും എന്തോ ഒരു ഡബിൾ മീനിങ് ഇല്ലേ എന്നുള്ള രീതിയിലായിരിക്കും മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടാവും ചില ആൾക്കാരുടെ. ഒരിക്കലും അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ ഒരു കുറവാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് എന്നിലുണ്ടായിരുന്ന പ്രോബ്ലം ആണ്, അത് ഞാൻ ആ ഒരു രീതിയിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങൾ പെരുമാറുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കാരണമില്ലാത്ത കാര്യങ്ങളെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് അത് വേറെ എന്തൊക്കെയോ ആണെന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിഹേവിയറും ആ രീതിയിലായിരിക്കാം. നമ്മൾ എന്തോ ചിന്തിച്ചു കൂട്ടി നമ്മളത്തെ ഒരു ഹസ്ബൻഡോ അല്ലെങ്കിൽ ഒരു വൈഫോ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ്, എന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, എന്റെ ബിഹേവിയർ എങ്ങനെയാണ്, എന്റെ തോട്ട് പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കാട്ടോ. ഇതിലൊരു പാടെ മാറ്റും, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. ആ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് കൊണ്ടുവരാന്നുള്ളത് ഒരാള് നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ വേണ്ടുന്ന ഒരു കാര്യമായിട്ടോ. നമുക്ക് എന്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും അതൊരു പോസിറ്റീവ് മൈൻഡോടെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ട്, നമ്മൾ തോട്ട്സ് നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ എപ്പോൾ ചിന്തിച്ചോടക്കാം, എന്നെ കൊള്ളില്ല, ഞാൻ ശരിയാവില്ലപ്പ, ഞാനൊന്നും ഇനി ഒരു കാലത്ത് നന്നാവില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം ചേഞ്ച് വരുത്തേണ്ടത് ഈ ഒരു കാര്യത്തിലാട്ടോ. നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ബൗണ്ടറീസ് എന്തായാലും നിങ്ങളുടെ ഇടയിൽ കിട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരുടെ ജീവിതത്തിലും ഒന്നിനും ഒരു ബൗണ്ടറി ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിലേക്ക് കയറി ഇറങ്ങി എല്ലാവർക്കും പോവാം, അവര് പ്രതികരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഒരു സ്ഥായി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് പറയുന്നത് അങ്ങനെയായിരിക്കും. ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ആ ഒരു എന്താ പറയാ ചെണ്ട പോലെ അടി വാങ്ങി കെട്ടിട്ട് ഇങ്ങനെ പോണ പോലെ ആയിരിക്കും ചില ആൾക്കാരുണ്ടാവുക. ഓരോരോ ഇയേഴ്സ് കഴിയും തോറും, പ്രായം ഏറും തോറും അവരങ്ങനെ ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്തും പറയാം അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും അവർ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവില്ല. മറ്റുള്ളവർ എന്ത് വന്ന് നമ്മളെ മേലെ ഇതാക്കി പോയാലും ഇത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഒരു സാധാരണ ആളാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും, ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ആൾക്കാർക്ക് ആരും നമ്മളെ ലൈഫിനെ വില വെക്കാതെ ഒരു ലെവലിലേക്ക് പോവാ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സെൽഫ് ലവ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളത്, നമുക്ക് നമ്മളുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഒന്നേ ഒരു നാണോ അല്ലെങ്കിൽ ഒരു ഇത് തോന്നരുത്. കാരണം നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ആണ്, ഞാൻ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. നിങ്ങൾ ബോൾഡ് ആയിട്ടും കോൺഫിഡൻസ് ആയിട്ടും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വില ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും വില മതിക്കില്ല. അപ്പൊ ആദ്യം വേണ്ടത് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് മാത്രമേ നിങ്ങളുടെ അവർ പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് കയറി അവർ സംസാരിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് തന്നെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾ അത്രയും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാനോ പറയാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ബൗണ്ടറി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ ശീലിക്കുക, അതാണ് സെൽഫ് ലവ്. കാരണം നമുക്ക് നമ്മളോട് തന്നെ ഒരു വിലയില്ലെങ്കിൽ, നമുക്ക് തന്നെ ഒരു ബൗണ്ടറീസും ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് എങ്ങനെ അത് തരും? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സെൽഫ് ലവ് മസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക, ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. നമ്മൾ ഒരാൾക്ക് സംസാരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായത്തിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ. ചില ആൾക്കാർ എപ്പോഴും അപമാനപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അപമാനിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആയിരിക്കും അല്ലേ? അത് നമ്മൾ സെൽഫ് ലവിൽ അത്ര നല്ല കാര്യമല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നോ, ചെയ്യാൻ പാടില്ല. ഒരു നല്ല പേഴ്സണാലിറ്റി, ഒരു ഗുഡ് പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത രീതിയിൽ സംസാരിക്കാനോ ഇൻസൾട്ട് ചെയ്ത രീതിയിൽ ബിഹേവ് ചെയ്യോ ചെയ്യില്ല. അത് നമ്മുടെ ലൈഫിൽ പാടേയില്ല. അതൊരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും വലിയ ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാട്ടോ.
തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ആ വ്യക്തിയെ പോയി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നിങ്ങളെ സെൽഫിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ കറക്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, നീ എന്താ ഇപ്പൊ പറഞ്ഞേ എന്ന് ചോദിക്കാം. അപ്പൊ ആ ഇൻസൾട്ട് പറയുമ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ നീ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയല്ലേ എന്നുള്ള ഒബീഡിയന്റ് ആയിട്ടും പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള നമുക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് ചോദിക്കാം സ്നേഹത്തിന്റെ ഭാഷയിൽ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളൊരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്തിട്ടോ ഇടിച്ചു താഴ്ത്തിട്ടോ സംസാരിക്കാനോ പ്രവൃത്തി ചെയ്യാനോ പോകാനും പാടില്ല. തിരിച്ച് നമ്മുടെ ആരെങ്കിലും ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിച്ച് തിരുത്താനും പറ്റൂട്ടോ. ഇന്ന് പലരും നമ്മുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്ത് പോകുകയില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു വിട്ടിട്ടുണ്ടാവും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തതിനെ ആർക്കും ഇഷ്ടപ്പെടാതെ അത് അടപടലം ഫ്ലോപ്പ് ആവുക, എന്നാൽ നമ്മൾ ആ പാസ്റ്റ് തന്നെ ഇരിക്കും. നമ്മൾ ആരും നമ്മുടെ പ്രസന്റിലേക്ക് പോവില്ല. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കും സ്വന്തം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവരുടെ ചിന്താഗതി എന്തായിരിക്കുന്നവരോ, എന്നെ കൊള്ളില്ല, ഞാൻ ശരിയാവില്ല, ഞാൻ നന്നാവില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, അങ്ങനെയായിരിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഭയങ്കര സെൽഫ് കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്റ്റ് എന്താണോ അത് പാസ്റ്റ് ആയിട്ട് വെക്കാനും പ്രസന്റിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് മുന്നോട്ട് ഞാൻ എപ്പോഴും വിജയിക്കും, ഞാൻ എപ്പോഴും മുന്നോട്ട് പോകും, ഞാൻ കണ്ട ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശീലിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ പാസ്റ്റ് ഒക്കെ ഇരിക്കരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് പാസ്റ്റിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവാം. ഒരുപാട് വർഷം മുമ്പേ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ വലിയ റോങ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പലതും നേടിയിരിക്കുന്നില്ലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് തോന്നിയത് എന്താ, ഇനി എന്നെ കൂടെ ഒന്നും പറ്റില്ല, ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയില്ലേ, അതേപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് ഇനി അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ പാസ്റ്റിലേക്ക് ചിന്തിക്കാതിരിക്കുക. നമ്മുടെ ലൈഫിൽ ഇനി എന്ത് പ്രസന്റ് എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് പ്രസന്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റും, നിങ്ങൾ ക്ലിയർ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മൾ പാസ്റ്റ് എന്താ ചിന്തിച്ചിട്ട് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഇനി ലാസ്റ്റ് 5th പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ടോക്ക് ടു യുവർ സെൽഫ് എവറി ഡേ. ഇത് ഞാൻ എന്റെ മുന്നിലെ സെൽഫ് ലവിന്റെ ഒക്കെ കുറെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. നമ്മളെല്ലാവരും ജീവിതത്തിൽ തനിച്ചാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കണം നമുക്ക് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരു നല്ല സോൾമേറ്റിനെ കിട്ടിയ ആ വ്യക്തിയോട് എനിക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയ എല്ലാം പറയാം എന്നുള്ളത്. പക്ഷെ ആരെടുത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ പറയുന്ന ആ ഡെപ്തിൽ ആൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് അത്രയും പറയാനും പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനും നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാനുണ്ടെങ്കിൽ അതിന് നേടാനുള്ള വഴിയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം, ഒരു സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തി ആദ്യം പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ആൻസറും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്റെ ലൈഫിൽ കുട്ടിക്കാലം തൊട്ടേ, ഒരു പക്ഷെ ഞാനിപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാകത്തിനെങ്കിലും ആയത് കുട്ടിക്കാലം തൊട്ടേ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയില്ല, പലരും ചിലപ്പം എന്നെ കാണുമ്പോൾ വിചാരിക്കും കുറച്ച് വട്ടുണ്ടോ എന്നുള്ളത്. കുട്ടി പ്രായത്തിലൊക്കെ കേട്ടോ, ഇപ്പൊ ആരും കാണാതെ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ എന്റെ മോളിലും ഞാൻ അത് കാണുന്നുണ്ട്. അവള് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന കാണാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആലോചിച്ച് സംസാരിക്കുന്ന കാണാം. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നാറ്. കാരണം എന്ന് വെച്ചാല് അത് ഒരു പക്ഷെ ഞാനൊക്കെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് ആരോട്ട് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്വയം എടുക്കുന്ന ഒരു വഴിയാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ അത് എത്രയും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മുടെ മനസ്സിൽ എത്രയും ഹീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ വഴിയാണെന്നറിയോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് അതിന് കിട്ടും കേട്ടോ. നിങ്ങൾ എന്താന്ന് കിട്ടും, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്ത് പോണേന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ന വ്യക്തിയുടെ ക്യാരക്ടർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നെങ്കിൽ അത് എന്താണെന്നും അത് ഏത് ഭാഗത്താണ് ശരിയെന്നും തെറ്റെന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു വഴിയാണ് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇത് കാണുന്ന പലർക്കും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കാട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നും നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാം അറിയാൻ പറ്റും. അപ്പം ഈ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി, നിങ്ങൾക്കായിട്ടൊരു പ്രയോറിറ്റി ഫിക്സ് ചെയ്തു എന്നാണ് അർത്ഥം. നിങ്ങൾ ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ നിങ്ങളുടെ ലൈഫ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്. അങ്ങനെ പ്രയോറിറ്റി നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടാകും.
തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഒരു വില തന്നാൽ മാത്രമേ നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വില തരുള്ളൂ. നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതിനെ കൂടുതൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നല്ല നല്ല ഇതുപോലത്തെ വീഡിയോസ്, മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലത്തെ ഒരുപാട് ഫിലിംസ് ഉണ്ട്. അതേപോലെ നമുക്ക് ബുക്ക് റീഡിങ്, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ പോലും ഒരു വലിയ ചേഞ്ച് നമ്മുടെ മൈൻഡ് സെറ്റിനും നമ്മളുടെ ഫുൾ ഓഫ് ലൈഫിലും കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രാക്ടീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഒരു ദോഷം എത്തുന്ന കാര്യമല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇതൊരു സെൽഫിഷ്നെസ്സും അല്ല. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്കും കൂടെ ഒരു ടൈം കണ്ടെത്തുന്നു, നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ കൂടി ഒരു തോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.